ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയും ജാതി രാഷ്ട്രീയവും അതിശക്തമായ ബീഹാറും ഉത്തർപ്രദേശും പോലെയുള്ള സ്ഥലങ്ങളിൽ ജാതി വ്യവസ്ഥയെ ശരിയായി മനസ്സിലാക്കുന്നതിലും അഭിമുഖീകരിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടുവെന്ന ആരോപണം ശക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ബീഹാറിൽ നിന്നുള്ള AISF നേതാവ് കന്നയ്യകുമാറിന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടുവെന്ന് പറയാൻ കന്നയ്യ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിയെ ശക്തമായി ന്യായീകരിക്കുകയാണ് കന്നയ്യ. മാത്രമല്ല, ഹിന്ദി മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാണെന്ന കാര്യവും കന്നയ്യ സമ്മതിച്ചു തരില്ല. വിദ്യാഭ്യാസ മേഖലയിലും ക്യാമ്പസുകളിലും ജാതി പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അംബേദ്കറൈറ്റ് പ്രസ്ഥാനങ്ങൾ വിമർശിക്കുന്നതിനെ ഗുണകരമായി കാണാൻ കന്നയ്യ തയ്യാറാണ്. എന്നാൽ അവർ വിമർശിക്കുന്ന കാര്യം ശരിയാണെന്ന് സ്വയം സമ്മതിക്കുന്നില്ല. In Bihar and UP, like states, have the communist movement failed in addressing the caste issues there? That is, I am asking the question. The crux of the question was that. It is not like that. There are so many things, and this question is one of them. So there is a failure. No, I am not saying that failure. Actually, I am trying to tell you that there is a two center of movement. One is in the parliament, another is on the street. On the street in North India also, left movement is very strong. But on the part of electoral system, on the part of assemblies and the Sansad, we are weak. But on the part of street, we are very strong. So there is a gap between the movement and the election. We have to find the path to merge these two lines. Now, from the campus, you are raising a new slogan: "Lal Salame, Nil Salam, Nil Salame, Lal Salam." What's the relevance of this slogan? See, those who are fighting against the exploitation, all of them come together, and that togetherness will lead the genuine movement. And I think Ambedkarite movement, Dalit movement, and the communist movement, they are natural ally. Progressive movement, they are natural ally. And the Ambedkar has said that these two movement, which is against the exploitation, cannot sustain in the isolation. So this is the dream of Baba Saheb. The rise of these Ambedkarite movements indicates the failure of SFI or ASF like left movements in the campuses and in the educational sector in addressing caste issues there. No, there should be a healthy criticism. If they are saying, if the Ambedkarite organization is saying that left movement didn't address the question of caste properly, so it should be taken as a positive criticism, and that positive criticism will create a unity between two pertinent forces against the exploitation. കന്നയ്യയെ ഇടതുപക്ഷം ഗുണകരമായി ഉപയോഗിക്കണമെന്നും പാർലമെന്റിൽ എത്തിക്കാനടക്കം ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നുമുള്ള ആവശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ശക്തമാണ്. ഇതിനിടയിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രചാരണത്തിന് കന്നയ്യ എത്തുമെന്ന വാർത്തകൾ വന്നു. AISFന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കന്നയ്യ കേരളത്തിലേക്ക് വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ പ്രചാരണത്തിന് എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ കന്നയ്യ തയ്യാറല്ല. ഇക്കാര്യത്തിൽ തീരുമാനമെല്ലാം പാർട്ടിക്കും സംഘടനയ്ക്കും വിട്ടുകൊടുക്കുകയാണ് കന്നയ്യ. അതേസമയം കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹം മറച്ചുവെക്കുന്നുമില്ല. പക്ഷേ നിലവിൽ JNUവിലെ വിദ്യാർത്ഥി നേതാവായ താൻ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും എടുത്തു പറയുന്നു. തനിക്ക് പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന JNU സമൂഹത്തെ താനും അങ്ങേയറ്റം പരിഗണിക്കുന്നുവെന്ന പ്രതീതി ഓരോ പ്രതികരണത്തിലും നിറയ്ക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് കന്നയ്യകുമാർ എന്ന് ഓരോ വാചകങ്ങളിലും വ്യക്തമാണ്. Now there are some news are coming that you are going to be the star campaigner of one of the star campaigners in Kerala for the assembly election for LDF. See, it is very fortunate thing to go Kerala, but I am the president of Jawaharlal Nehru University, and we face so many things in these days. I was in the prison. There are lots of pending things, and I am the member of a particular organization, All India Student Federation. So I cannot take any decision individually because we believe in democracy. So decisions should be very democratic. So at this time I am focusing on my campus because there are lots of pending issues.
let's see what happens. If you get a chance to go to Kerala, what will you tell to the people? What will be your call? See, if I will go to Kerala, first of all, I want to see the wonderful place of this nation. What do you have to say to the society now at this point of time? The only one thing, the all progressive and democratic forces should come together to defeat the fascist onslaught. That's the only thing you have to say now. Okay. Thank you for sharing these moments and these views. Thank you very much.